വാഗേരി മൂടക്കൊല്ലിയിൽ രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്നു. കടുവ ആക്രമണത്തിൽ മരിച്ച പ്രജീഷിന്റെ വീട്ടിലേക്കാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, വിവരങ്ങൾ. SKN രാഹുൽ ഗാന്ധി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വാഗേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിൻ്റെ വീട്ടിനകത്തേക്ക് രാഹുൽ ഗാന്ധി കയറി. ഒപ്പം KC വേണുഗോപാലുണ്ട്, MLA ഷംസാദ് മരക്കാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. സഹോദരൻ മജീഷുമായും മറ്റ് കുടുംബാംഗങ്ങളുമായും അദ്ദേഹം സംസാരിക്കും. കഴിഞ്ഞ ഡിസംബർ 9 ഈ പ്രജീഷിൻ്റെ മരണം സംഭവിക്കുന്നത്. ഡിസംബർ 9 ഈ വാഗേരിയിൽ വീടിൻ്റെ ഏതാണ്ട് പരിസരത്തുള്ള തൊട്ടടുത്തുള്ള ഒരു തോട്ടത്തിൽ പുല്ലരിയാൻ പോയതായിരുന്നു ക്ഷീരകർഷകനായിട്ടുള്ള പ്രജീഷ്. വളരെ ചെറിയ പ്രായത്തിലുള്ള ആളായിരുന്നു. 33 വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. അദ്ദേഹം അവിടേക്ക് പോയി പുല്ലരിയുന്നതിനിടെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. കടുവ ശരീരം പാതി ഭക്ഷിച്ച നിലയിലാണ് ഇവിടെ കണ്ടെത്തിയത്. ഇതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴിമാറുകയും വലിയ രീതിയിൽ അത് കടുവയുടെ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ കനത്ത രീതിയിലുള്ള പ്രതിഷേധം രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനുശേഷം ഈ കടുവയെ പിന്നീട് കൂടുവെച്ച് പിടികൂടുകയാണ് ഉണ്ടായത്. കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഈ നാട്ടുകാർ ഉയർത്തിയിരുന്നു. പക്ഷേ അതിനെ കൂടുവെച്ച് പിടികൂടി കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. തൃശ്ശൂരിലെ മൃഗശാലയിലേക്ക്, പിന്നീട് കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിൽ നിന്നും ഈ കടുവയെ മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ വന്യജീവി പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ വന്യജീവികളുടെ സംഖ്യാവർദ്ധനവ് തടയുന്നതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ഈ ഇതിനെ അക്രമം സൃഷ്ടിക്കുന്ന കടുവ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ അതിനെ നേരിടുന്നത് സംബന്ധിച്ച് കൃത്യമായ രീതിയിലുള്ള നിയമനിർമ്മാണത്തിന്റെ ആവശ്യകത നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അതൊരു കേന്ദ്ര തലത്തിൽ ശ്രദ്ധ ചെലുത്താവുന്ന വിധത്തിൽ ശ്രദ്ധേയമാക്കാവുന്ന വിധത്തിൽ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഉപകാരപ്രദം ആകുമെന്നുള്ളതാണ് കരുതുന്നത്. ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധി ആദ്യം എത്തിയത് ചാലിഗദ്ദയിലാണ്. ചാലിഗദ്ദയിലെ അജീഷിന്റെ വീട്ടിൽ, അതായത് ഒരാഴ്ച മുമ്പാണ് അജീഷ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കർണാടകയിൽ നിന്നും റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന, ബേലൂർ മഗ്ന എന്ന പേരുള്ള ആ ആനയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ രാഹുൽ ഗാന്ധി ആദ്യം എത്തി. അതിനുശേഷം വിശദമായി കുടുംബാംഗങ്ങളോട് സംസാരിച്ചു, അവരുടെ സങ്കടത്തിൽ പങ്കുവെച്ചതും. അതിനുശേഷം അദ്ദേഹം നേരെ പോയത് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട പോളിന്റെ വീട്ടിലേക്കാണ്. പോൾ വനസംരക്ഷണ സമിതിയുടെ ജീവനക്കാരൻ കൂടിയായിരുന്നു. കുറുവ ദ്വീപിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയ ശേഷം അവിടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം അല്പസമയം ചിലവഴിച്ചു. മകളുമായി സംസാരിച്ചു, ഭാര്യയുമായി സംസാരിച്ചു. ഇവർ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ ഒരു ഇടപെടൽ, രാഹുൽ ഗാന്ധിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മൂടക്കൊല്ലിയിലെ പ്രജീഷിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രജീഷിന്റെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം വീടിനകത്ത് സംസാരിക്കുകയാണ്. കനത്ത പോലീസ് സന്നാഹം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്നും നേരെ പോകുന്നത് PWD റെസ്റ്റ് ഹൗസിലേക്കാണ്. PWD റെസ്റ്റ് ഹൗസിൽ വിശദമായ രീതിയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ഉന്നതതല ഉദ്യോഗസ്ഥതല യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അവലോകന യോഗമാണ്. ആ യോഗത്തിന് ശേഷം 11:45 മാധ്യമ പ്രവർത്തകരെ PWD റെസ്റ്റ് ഹൗസിൽ വെച്ച് കാണുമെന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗമാണ് കൽപ്പറ്റയിലെ SKMJ സ്കൂളിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം നേരെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോകും. അവിടെ നിന്നും നേരെ അലഹാബാദിലേക്ക് പോകുന്ന വിധത്തിലുള്ള ക്രമീകരണമാണ് നടത്തിയത്. വയനാട് വന്യജീവി സംഘർഷത്തിന്റെ വലിയ രീതിയിലുള്ള പ്രശ്നം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ MP എവിടെ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ ഉയർന്നതാണ്. പലതരത്തിലുള്ള വിമർശനത്തിന് വഴിയിലേക്ക് ആ കാര്യങ്ങളെത്തി. മന്ത്രി AK ശശീന്ദ്രൻ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ തയ്യാറാകുന്നില്ല എന്നുൾപ്പെടെയുള്ള ആരോപണം കോൺഗ്രസ് രാഷ്ട്രീയമായി ഉയർത്തിയപ്പോൾ ആ പശ്ചാത്തലത്തിൽ MP എവിടെ എന്നുള്ള ചോദ്യമാണ് തിരിച്ച് ഇടതുപക്ഷം ചോദിച്ചിരുന്നത്. പക്ഷേ MP തൊട്ടടുത്ത ദിവസം, അതായത് പോൾ മരിച്ചതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് അവധി നൽകിക്കൊണ്ട് അദ്ദേഹം ഇവിടേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടേക്ക് ഇന്നലെ കണ്ണൂരിലെത്തി. ഇന്ന് പുലർച്ചെയാണ് റോഡ് മാർഗം മാനന്തവാടിയിലേക്ക് എത്തിയത്. മാനന്തവാടിയിൽ നിന്നും ഇപ്പോൾ രണ്ടിടങ്ങളിൽ, അതായത് അജീഷിന്റെ വീട്ടിലും അതിനുശേഷം പോളിന്റെ വീട്ടിലും ഇപ്പോൾ വാഗേരിയിലെ പ്രജീഷിന്റെ വീട്ടിലും അദ്ദേഹം സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിവരങ്ങൾ തന്നത്. വാഗേരി മൂടക്കൊല്ലിയിൽ കടുവ കൊലപ്പെടുത്തിയ പ്രജീഷിന്റെ വീട്ടിൽ നിന്നാണ്
സുർജിത്ത് നമുക്കിപ്പം ചേർന്ന് അവിടെ രാഹുൽ ഗാന്ധി കുടുംബാംഗങ്ങളെ കാണുകയാണ്. അവരെ ആശ്വസിപ്പിക്കാനും പ്രശ്നങ്ങളുടെ യഥാർത്ഥ ഗൗരവം മനസ്സിലാക്കാനുമാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. അത് രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം തുടരുകയാണ്.